Hey guys, welcome back to my YouTube channel. This is Kochi Vlog Part 2 and you're watching Gossip with Fuzzy. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി വന്നിറങ്ങിയിരിക്കുകയാണ്. ഇതിന് മുൻപും ഫോർട്ട് കൊച്ചിക്ക് വന്നിട്ടുണ്ടെങ്കിലും this time it hits different. Maybe it's the weather because നമ്മൾ പോയത് ഒരു മഴയൊക്കെ പെയ്ത് തോർന്ന് ഒരു ഇത്തിരി വെയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു. And it's morning 9:30 or something. ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ അധികം റഷൊന്നുമില്ല. ഭയങ്കര ക്വയറ്റ് ആൻഡ് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടുത്തെ സ്ട്രീറ്റ്സ് ഒക്കെ റഷ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ കളർഫുൾ ഷോപ്സ്, കളർഫുൾ ബിൽഡിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. പിന്നെ നമ്മുടെ കുറച്ച് ഫേവറേറ്റ് പീപ്പിളും, അത് മതിയല്ലോ ഇതൊരു പ്ലേസിനെയും ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വെതറും, ദിസ് ഇസ് മൈ കൈൻഡ് ഓഫ് വെതർ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. നിങ്ങളിപ്പോൾ ഈ കാണുന്നതില്ലേ, അത് അവിടുത്തെ ഒരു ജയിലാണ് ഗൈസ്. 1865 കാലങ്ങളിൽ ഡച്ചുകാരും ഫ്രഞ്ചുകാരൊക്കെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സിനെ ഇൻകാർസറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു ജയിലാണിത്. ഇപ്പോൾ അത് റിനോവേറ്റ് ചെയ്ത് ഒരു മ്യൂസിയം ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഗൂഗിളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷെ എന്താണെങ്കിലും ആംബിയൻസ് കൊള്ളാം. ജയിലിന് വരെ ഈ ആംബിയൻസ്. പക്ഷെ എന്താലേ, നമ്മൾ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ ആരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ്. വലിയ കാര്യമായിട്ടുള്ള മെനു ഒന്നും ഉണ്ടായിരുന്നില്ല. ഇടിയപ്പം, പൊറോട്ട, പുട്ട്, ഇത് മൂന്നുമായിരുന്നു അവിടുത്തെ മെനു ഉണ്ടായിരുന്നത്. കുറച്ച് പേര് പൊറോട്ട, കുറച്ച് പേര് ഇടിയപ്പം, പിന്നെ കുറച്ച് പേര് പുട്ട്, അങ്ങനെ എന്തൊക്കെയോ വാങ്ങി കഴിച്ചു. ഋഷിത നൗഷാദിന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒന്ന് കുറച്ച് ഉഷാറായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങളുടെ ബാക്കി യാത്ര സൈക്കിളിലാവാം എന്നങ്ങോട്ട് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ സൈക്കിളാകെ 10 ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു 10 കൂടുതൽ പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പേര് സൈക്കിളിലും ബാക്കി കുറച്ച് പേര് നടന്നും പോവാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ അങ്ങനെ അവസാനം എത്തി. പക്ഷെ സത്യം പറയാലോ ഗൈസ്, ആ ഫോർട്ട് കൊച്ചിയുടെ ആ ഒരു ആംബിയൻസിൽ സൈക്കിള് ചവിട്ടിപ്പോണ രസം അതൊന്നും വേറെ തന്നെയാണ്. ചുറ്റിനും നല്ല കളർഫുൾ ബിൽഡിങ്സ്, പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ഉണ്ടാവുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേവറേറ്റ് പീപ്പിൾസ്, അവരുടെ കൂടെ ഒന്നും രണ്ടൊക്കെ സംസാരിച്ച് നടന്ന് സൈക്കിൾ ചവിട്ടിയൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി സംതിങ് സ്പെഷ്യൽ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൈക്കിളിൽ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ബിലാലിക്കയുടെ വീട്ടിലേക്കാണ്. ഏതാണ് നമ്മുടെ ബിലാലിക്കയുടെ വീട്? ഇതാ കണ്ടോളി. നമ്മളെങ്ങടാ പോണേ? ഏത്? ഹായ് ഗായ്സ്. ഡച്ച് പാലസ്, മട്ടാഞ്ചേരി എന്ന് പറയരുത്, ഡച്ച് പാലസ്. എന്ത് ടോക്ക് മച്ചാനെ. ഏട്ടാ 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 പറേട്ടാ, ഏടൊക്കെ പോണ്? കേച്ചേരി ഭാഷ എങ്ങനെയാണ്? അത് തൃശ്ശൂര്, പക്ക തൃശ്ശൂര്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്റെ വ്ളോഗ് മാക്സിമം എന്റർടൈൻമെന്റ് ആക്കണം. എന്നാലാണ് നിങ്ങൾക്ക് സെലിബ്രിറ്റി ആയ ഒരു ഫ്രണ്ടിനെ കിട്ടുള്ളൂ. ഇത് ആൾക്കാർ കണ്ടാല്. അപ്പോ നമ്മള് കഴിഞ്ഞിറങ്ങി. എന്റെ പുരോഗമനരനൊക്കെ കണ്ടില്ലേ? റിയാസിന്റെയും അൻസിലിന്റെ ഒക്കെ വാപ്പാന്റെ ഉപ്പൂപ്പാന്റെ കുഞ്ഞുപ്പാനൊക്കെ കണ്ട്, തലമുറക്കാരെയൊക്കെ കണ്ട്. അതിനകത്ത് ഒന്ന് നോക്കട്ടെ, രാജകുടുംബം ഒന്നുകൂടെ തിരിഞ്ഞ്. എവിടെയായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്?
സൈക്കിൾ റൈഡ് അടിപൊളിയായിരുന്നു. പിന്നെ സൂപ്പർ റൈഡ് അടിപൊളിയായിരുന്നു. അതെ, ഞങ്ങള് നടന്നു വന്നത് അതിന് അടിപൊളിയായിരുന്നു. നീ കേറി കണ്ടോ? അൻസിലിന്റെ വീട്ടുകാരൊക്കെ ഉണ്ട് മുകളില്, വേമ്പൊക്കെ. ആ, എല്ലാരും ഉണ്ട്. മരക്കാർ ഫാമിലിയും പിന്നെ മരക്കാറല്ലാത്ത ഫാമിലി ഒക്കെ ഉണ്ടായി. നീ ഹാസ് നേരത്തെ ചിരിച്ച ചിരി. മദാമ്മമാരൊക്കെ ഉണ്ട്. എൻ്റെ പോലെ കേളി ഹെയർ ഒക്കെ ഉള്ളൊരു അമ്മച്ചി ഇതായി വരുന്നു. മേ ബി ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഐ മീൻ അങ്ങനെ നമ്മുടെ കൊച്ചി വ്ളോഗ് പാർട്ട് 2 ഈസ് ഗോണ എൻഡ് ഹിയർ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.